ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വോൾക്കാനോ. ഓക്കെ, ഞാൻ ഇന്നെന്ത് എന്താണ് വിഷയം എന്ന് വെച്ചാൽ, എമ്പുരാൻ സിനിമയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ട് നിൽക്കുന്ന വിഷയം എന്താണ്? എമ്പുരാനാണ്. അപ്പോൾ എമ്പുരാൻ വിഷയത്തിനെ കുറിച്ച് ഒരു ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിച്ച്. സിനിമ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ട് നിന്നാലും ശരി, സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് ചെയ്താലും ശരി, സിനിമ നേടുന്ന റെക്കോർഡുകൾ ആർക്കും മറികടക്കാൻ സാധിക്കില്ല. അതാണ് വിഷയം. ഇന്നത്തെ വിഷയം കളക്ഷൻ റിപ്പോർട്ട്. ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ലിയോ സിനിമ കേരള ഇൻഡസ്ട്രിയിൽ വെച്ച ഒരു റെക്കോർഡുണ്ട്. 12 കോടി രൂപ ഫസ്റ്റ് ഡേ ഓപ്പണിങ്. രണ്ടാം ദിവസം 7 കോടി രൂപയാണ് ഓപ്പൺ ചെയ്തത്. ഒരു സിനിമ ഇൻഡസ്ട്രിക്കും തുറക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡായി മലയാളം ഇൻഡസ്ട്രിയിലെ ഈ റെക്കോർഡ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത് ലിയോയാണ്. ലിയോ എന്ന് പറയുന്ന ലിയോയുടെ ഈ റെക്കോർഡ് തകർക്കാൻ വേണ്ടി മോഹൻലാലിൻ്റെ ഏത് സിനിമ വരുമെന്ന് കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ അപ്രതീക്ഷിതമായി വന്ന സിനിമയാണ് എമ്പുരാൻ. ആ സിനിമയെ ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുത്തു എന്ന് കാണണമെങ്കിൽ ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് കാണണം. ഫസ്റ്റ് ഡേ കേരള കളക്ഷൻ റിപ്പോർട്ട് എമ്പുരാൻ 15 കോടി രൂപ കേരള കളക്ഷൻ റിപ്പോർട്ട്, ഫസ്റ്റ് ഡേ റിപ്പോർട്ട്. സെക്കൻഡ് ഡേ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 9 കോടി രൂപ. ഒരു മലയാളം ഇൻഡസ്ട്രിക്ക് തുറക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഓപ്പണിങ് സെക്കൻഡ് ഡേയും ഫസ്റ്റ് ഡേയും. അത് നേടിയിരിക്കുന്നത് വേറെ ആരുമല്ല, കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള മോഹൻലാൽ. അടുത്തത് ഓവർസീസിൽ പോയിട്ട് 43 കോടി രൂപ ഓപ്പൺ ചെയ്തിരിക്കുന്നു. മലയാളം ഇൻഡസ്ട്രിയിൽ എത്ര മെഗാ സ്റ്റാർസ് ഉണ്ട്, എത്ര സൂപ്പർ സ്റ്റാറുകളുണ്ട്, എത്ര യങ് ആക്ടേഴ്സ് ഉണ്ട്. ഒരു ആക്ടേഴ്സിനെ കൊണ്ടും എടുക്കാൻ സാധിക്കാത്ത ഒരു റെക്കോർഡ് അതെങ്ങ് തൂക്കിയിട്ടുണ്ട് മോഹൻലാൽ. കംപ്ലീറ്റ് ആക്ടർ തൂക്കി കയ്യിലിങ്ങ് എടുത്തിട്ടുണ്ട്. ഒരുത്തനെ കൊണ്ടും തൊടാൻ പറ്റാത്ത റെക്കോർഡ്. വേറെ ഒന്നുമില്ല, 43 കോടി രൂപയുടെ ഓവർസീസ് കളക്ഷൻ. വേറെ ആരെ കൊണ്ട് സാധിക്കും? അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ട് 66 കോടി രൂപയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡേ 50 കോടി രൂപ ഓപ്പൺ ചെയ്തത് മോഹൻലാലാണ്. വേറെ ഏത് നടനുണ്ട്? മമ്മൂട്ടിയാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്നത്. മോഹൻലാലിന് മുമ്പേ മമ്മൂട്ടി ഇൻഡസ്ട്രിയിൽ വന്നതാണ്. മോഹൻലാലിനേക്കാൾ ഫാൻ ബേസ് ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള ആളാണ്. മോഹൻലാലിന് ഈക്വലായിട്ട് ഫാൻ ബേസ് ഉള്ള ആളാണ്. എന്നാലും മോഹൻലാലിൻ്റെ കളക്ഷൻ പൊട്ടിക്കുവാൻ മമ്മൂട്ടിയെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ മെഗാസ്റ്റാർ എന്ന് പറയുന്ന പട്ടം യൂസ്ലെസ് ആണ്. മമ്മൂട്ടി ഹൈഡറല്ല. മോഹൻലാലിൻ്റെ പ്രിയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ മമ്മൂട്ടി ഹേറ്ററല്ല. മമ്മൂട്ടിയുടെ ഇഷ്ടംപോലെ സിനിമ ഇഷ്ടമാണ്, പ്രമേയകം ഇഷ്ടമാണ്, അതുപോലെ തന്നെ ടർബോ ഇഷ്ടമാണ്. പക്ഷേ ഈ സിനിമകളൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. മോഹൻലാലല്ലല്ലോ അതിന് കാരണം എന്താ? പ്രേക്ഷകരാണ്. അവർക്ക് മമ്മൂട്ടി സിനിമകൾ പ്രേക്ഷകർ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വിഷയം മോഹൻലാലിൻ്റെ സിനിമ ഇപ്പോൾ ആളിക്കത്തിയിരിക്കുന്നു. ഫസ്റ്റ് ഡേ 50 കോടി ഓപ്പണിംഗ് റെക്കോർഡ്. ഫസ്റ്റ് ഡേ കേരള 15 കോടി ഓപ്പണിംഗ് റെക്കോർഡ്. ഫസ്റ്റ് ഡേ ഓവർസീസ് 43 കോടി ഓപ്പണിംഗ് റെക്കോർഡ്. ടോട്ടൽ 2 ഡേയ്സിൽ 100 കോടി രൂപ ഓപ്പണിംഗ് റിപ്പോർട്ട്. ഇത്രയും മതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ ഇടുവാൻ സാധ്യതയുള്ള ഒരു നടൻ മോഹൻലാലാണെന്നറിയാം. മോഹൻലാലിൻ്റെ മൂന്നാമത്തെ 100 കോടി ചിത്രമാണ്. ആദ്യത്തെ ചിത്രം പുലിമുരുകൻ 150 കോടി രൂപ കളക്ഷൻ. രണ്ടാമത്തെ ചിത്രം ലൂസിഫർ 200 കോടി രൂപ കളക്ഷൻ. 131 കോടി രൂപയുടെ ഇന്ത്യൻ കളക്ഷൻ. അടുത്ത സിനിമ എന്ന് പറയുന്നത് എമ്പുരാൻ. 2 ദിവസം കൊണ്ട് 100 കോടി രൂപ കളക്ഷൻ. ഈ സിനിമ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 200, 300, 400 നിൽക്കാൻ സാധ്യതയല്ല. ഈ പോക്ക് ഇങ്ങനെ ഇപ്പോൾ നടക്കുന്ന ഇതേ കളക്ഷൻ റിപ്പോർട്ട് പോവുകയാണെങ്കിൽ 300-ൽ നിൽക്കില്ല, ഒരു 500 കോടി അടിച്ചിട്ടേ നിൽക്കുകയുള്ളൂ. അപ്പോൾ സിനിമ എത്രത്തോളം കളക്ഷൻ അടിക്കുന്നു എന്നുള്ളത് നമുക്ക് വരും വീഡിയോകളിൽ കാണാം. ഈ സിനിമ പറയുന്ന പൊളിറ്റിക്കൽ വശത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സിനിമയെ പൊളിറ്റിക്സുമായിട്ട് ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള മറ്റ് പൊളിറ്റിക്സ് വിഷയങ്ങളോടൊന്നും പോകുന്നില്ല. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവർ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത ശേഷം ഷെയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തുകയും അവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്ര ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീണ്ടും കാണുക. വാച്ച് ഓവർ കിട്ടട്ടെ. എനിക്ക് നിങ്ങൾക്കും ഉപകാരപ്പെടും. ഞാൻ എന്തെങ്കിലും ഒരു 1000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറിയ
₹300 കോൺടെസ്റ്റ്, 300 റുപ്പീസ് കോൺടെസ്റ്റ് വയ്ക്കുന്നുണ്ട്. ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക, 300 റുപ്പീസ് വിൻ ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് 300 റുപ്പീസ് കിട്ടുന്നതാണ്. 1000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ, 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ നിങ്ങളാണ് എൻ്റെ പ്രചോദനം. ബേക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. ഓരോ പ്രേക്ഷകരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, നൈസ് ടു മീറ്റ് യു ആൻഡ് ഗുഡ് ബൈ.